ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഓവനോ വീട്ടിലൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നേരെ ഇതിലെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്കിലേക്ക് എടുക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ബൗളിൽ നമുക്കിതുപോലെ സ്ട്രെയിനർ വെക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മൈദ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കൊക്കോ പൗഡറിന് നല്ല ഒരു ഡാർക്ക് കളറാണ്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡറിൻ്റെ കളർ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വരേക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എടുത്തിട്ടുള്ള പൊടികളൊക്കെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള ഇങ്ങനത്തെ തരികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഒഴിവാക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടില്ല, പൊടിക്കാത്ത പഞ്ചസാര ആണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഈ ഒരു പഞ്ചസാരൻ്റെ കൂടെ ചേർക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്. നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പാല് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പാല് കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന വരേക്കും ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി അരിച്ച് വെച്ചിട്ടുള്ള പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ടൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ആവുന്ന വരേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിസ്ക് വെച്ചിട്ടാണിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പാച്ചുലയോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാനതിലേക്ക് ഒരല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിത് തയ്യാറാക്കാൻ ഇതുപോലെയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്ററി നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്യാം. കവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്ത സമയത്ത് ഞാനിതുപോലെ വേറെ ഒരു പാൻ അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള സോസ് പാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും താഴെ ഒരു പാൻ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കേക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല.
ഇനി നമുക്കിത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്യാം. 25 മിനിറ്റ് കഴിയുന്ന സമയത്ത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈം കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നേക്കാം. എന്തായാലും 25 മിനിറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് അതുപോലൊരു ടൂത്ത് പിക്ക് തേയിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാണ്. ഇനി നമുക്കിത് ഒന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ അല്പം പിസ്താഷ്യോ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.